നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പെറ്റമ്മയല്ല, പോറ്റമ്മയല്ല, ഹൃദയമാണ് അശോകന അമ്മ. അതുകൊണ്ട് തന്നെ അന്ത്യാഞ്ജലിക്കും ചിതയ്ക്ക് അഗ്നി കൊളുത്താനും അശോക് ഓടിയെത്തി. അമ്മ സജനയുടെയും സജനയുടെ മകൻ വിഷ്ണുവിന്റെയും ഹൃദയമുള്ളിൽ തുടിക്കുന്ന അശോകിന്റെയും വൃത്താന്തമറിയാവുന്ന നാട്ടുകാർ അത് കണ്ട് കണ്ണീരൊഴുകി. ക്യാൻസറിനോട് പൊരുതി മരണമടഞ്ഞ കണ്ണൂർ പൂപ്പറമ്പ് പൂവേൻ വീട്ടിൽ ഷാജിയുടെ ഭാര്യ സജനയുടെ ചിതയ്ക്ക് തീ കൊളുത്താനാണ് മകൻ വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച പത്തനംതിട്ട കുറംകഴ ചാലുങ്കാൽ വീട്ടിൽ അശോക് കുമാർ കിലോമീറ്ററുകൾ താണ്ടിയെത്തിയത്. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിലെ ജീവനക്കാരനായിരുന്ന വിഷ്ണു കഴിഞ്ഞ വർഷം കോഴിക്കോടുണ്ടായ ബൈക്ക് അപകടത്തിലാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ജീവനുമായി മല്ലിട്ട് കഴിയുന്ന വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർ വിപുലമായ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു ഈ യുവാവ്. എന്നാൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അച്ഛൻ ഷാജിയും അമ്മ സജനയും സഹോദരി നന്ദനയും തീരുമാനിക്കുകയായിരുന്നു. സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതിയിലൂടെയാണ് അവയവങ്ങൾ ദാനം ചെയ്തത്. മകന്റെ അവയവങ്ങൾ സ്വീകരിക്കുന്നവരിലൂടെ പൊന്നുമകനെ എന്നും കാണാമല്ലോ എന്ന ചിന്തയാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത്. വിഷ്ണുവിന്റെ വൃക്കകൾ, കരൾ, ഹൃദയം എന്നിവയാണ് മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നത്. അതിൽ ഹൃദയം സ്വീകരിച്ചത് അശോക് കുമാർ ആയിരുന്നു. ഏക മകന്റെ വേർപാടിന്റെ വിങ്ങലും ക്യാൻസർ രോഗത്തിന്റെ വേദനയും മൂലം കഴിഞ്ഞ ദിവസമാണ് സജന മരണത്തിന് കീഴപ്പെട്ടത്. ഹൃദയ ശസ്ത്രക്രിയ വിജയിച്ചതിനെ തുടർന്ന് അശോക് പലതവണ സജനയെ കാണാനെത്തിയിരുന്നു. വേദനയിലും ദുഃഖത്തിലും കൂട്ടിരുന്ന അശോക് ആ അമ്മയിലൂടെ വിഷ്ണുവിന്റെ കഥകൾ കേട്ടു. നാട്ടുകാരുടെ ആകെ പ്രിയപ്പെട്ട പൊന്നുമകന്റെ ഹൃദയമാണ് തന്നിലൂടെ ജീവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ അശോക് ഹൃദയപൂർവ്വം സജനയുടെ മകനായി മാറുകയായിരുന്നു. സജനയുടെ ഹൃദയമിടിപ്പ് നിലച്ചതറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പാഞ്ഞെത്തി. അന്ത്യകർമ്മങ്ങളിൽ അശോക് പങ്കാളിയായി. വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച അശോക് അമ്മയുടെ ചിതയ്ക്ക് തീകൊളുത്തിയ ആ നിമിഷം അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട്ടുകാരെയും ബന്ധുക്കളെയും കണ്ണീരണിഞ്ഞു. കത്തിക്കാളുന്ന കൊടും ചൂടിൽ വെന്തുരുങ്ങിയ ശ്മശാന ഭൂമിയിൽ ഇവരുടെ കണ്ണീർ മഴ അല്പം ആശ്വാസം നൽകി. മറ്റവയവങ്ങൾ ആരിലാണ് വെച്ചുപിടിപ്പിച്ചതെന്ന് സർക്കാർ ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.